വല്ലാത്തൊരു മൂളക്കത്തോടെ തലക്കുള്ളിൽ നിന്നും സൗണ്ട് വന്നതോടുകൂടി കണ്ണിലും ഇരുട്ട് പടർന്നു. ടേബിളിൽ തട്ടി താഴെ വീഴാൻ പോവെ മറ്റൊരു കൈ വന്ന് അവളെ താങ്ങിപ്പിടിച്ചതും ഒപ്പമായിരുന്നു. താങ്ങിയാളുടെ മുഖം കാണുന്നതിനു മുന്നേ അവളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഏയ് ദക്ഷ, കണ്ണു തുറക്ക് ദക്ഷ. ബോധം മറിഞ്ഞു കിടക്കുന്ന ദക്ഷയുടെ കവളിൽ തട്ടി അല്ലി വിളിച്ചെങ്കിലും കണ്ണു തുറന്നില്ല. കുറച്ചു കഴിഞ്ഞതും ദക്ഷ കണ്ണു തുറക്കാത്തത് കണ്ട് അല്ലിക്ക് എന്തോ പേടി തോന്നി. വീട്ടിൽ നിന്ന് കോൾ വന്ന് സംസാരിച്ച് തിരിച്ച് റൂമിലേക്ക് നടക്കുന്ന വഴിയാണ് ദക്ഷയുടെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ഉള്ളിൽ നിന്നും നിർത്താതെയുള്ള റിംഗ് ടോൺ കേട്ടാണ് അവളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞത്. ദക്ഷയെ വിളിച്ചു നോക്കിയെങ്കിലും ഉള്ളിൽ നിന്നും സൗണ്ട് ഒന്നും കേട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സ് പറഞ്ഞതും അവൾ ഉള്ളിലേക്ക് കയറി. റൂമിൽ നിന്നെന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കിയതും ദക്ഷ വീഴാൻ പോകുന്നത് കണ്ടതും ഒരുമിച്ചായിരുന്നു. മയങ്ങിക്കിടക്കുന്ന ദക്ഷയെ നോക്കി കഴിഞ്ഞതൊക്കെ ചിന്തിച്ച് അവളെ ബെഡിൽ കിടത്തി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി മറുത്തൊന്നും ചിന്തിക്കാതെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ, ദക്ഷയെ ചെക്ക് ചെയ്തിറങ്ങിയ ഡോക്ടറിനോട് അല്ലി ചോദിച്ചതും അയാൾ അവളെ ഒന്ന് നോക്കി പുറത്തിറങ്ങി. കൂടെ അല്ലിയും. അല്ലിയുടെ ആരാ ദക്ഷ? കുറച്ചു സമയം ചിന്തിച്ച് അല്ലി മറുപടി കൊടുത്തു. ഫ്രണ്ടാണ്. ഫ്രണ്ടിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഐ മീൻ സഹിക്കാനാവാത്ത എന്തെങ്കിലും വിഷമം? അയാളുടെ ചോദ്യത്തിന് ആദ്യം ഒന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി ശരിക്കും ദക്ഷയ്ക്ക് വിഷമമുണ്ടോ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇന്ന് തന്റെ ഫ്രണ്ട് ഏതെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നോ? അയാൾ ചോദിക്കുന്നത് കേട്ട് അല്ലിയുടെ നെറ്റി സംശയത്താൽ ചുളിഞ്ഞു. ഡോക്ടറിനോട് അതേന്ന് തലകുലുക്കി. അവിടുന്ന് ദക്ഷ ഡ്രിങ്ക്സ് എന്തേലും കഴിച്ചിരുന്നോ? വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുന്ന അയാളെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ എന്നോടാണോ ചോദിക്കുക എന്ന് മനസ്സിൽ പറഞ്ഞ് അവളൊന്ന് അയാളെ നേരെ തിരിഞ്ഞു. ഇല്ല ഡോക്ടർ, ദക്ഷയ്ക്ക് എന്താ പറ്റിയേ? ഐ തിങ്ക് ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. പോയിസൺ ഉള്ളിൽ ചെന്നതിന്റെ ചെറിയൊരു റിയാക്ഷൻ. വാട്ട്? അല്ലി ഞെട്ടിക്കൊണ്ട് അലറിയതും അയാൾ അവളെ നോക്കി മുഖം ചുളിച്ചു. ശരിക്കും അല്ലിക്ക് അയാളോട് ദേഷ്യം തോന്നിപ്പോയി. പോയിസൺ ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് ഇതെന്ന് പറയാതെ ഇത്ര നേരം അവളോട് ക്വസ്റ്റ്യൻ ആൻസർ കളിച്ചതോർത്ത് അവൾ മനസ്സിൽ അയാളെ തെറി വിളിച്ചു. ഏയ്, നത്തിങ് ടു വറി. ഇപ്പൊ ദക്ഷ ഓക്കെയാണ്. വളരെ കുറച്ച് മാത്രമേ അയാളുടെ ബോഡിയിൽ അത് കടന്നിട്ടുള്ളൂ. അതും ആൽക്കഹോളിൽ കലർന്നാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ദൈവത്തിന്റെ കാവലാക്കൂട്ടിക്കൊണ്ട് അതുകൊണ്ട് ചെറിയൊരു നീല നിറം ബോഡിയിൽ ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമില്ല. ഇന്ന് ഫുള്ള് മയക്കം തന്നെയാവും. പോയിസൺ ബോഡിയിൽ നിന്ന് പോവാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട്. അത്രയും പറഞ്ഞു നിർത്തി അയാൾ പുറത്തേക്ക് പോയി. പിന്നെ ആരേലും എപ്പോഴും കൂടെ കാണണം. രാത്രി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പോകുന്നതും നോക്കി നിന്ന് അല്ലി തിരിച്ച് റൂമിൽ വന്നു. ബെഡിൽ കിടക്കുന്ന ദക്ഷയെ നോക്കി അവൾ അടുത്തുള്ള ചെയറിലിരുന്നു. കയ്യിലും കഴുത്തിലും മുഖത്തിലുമായി നീലനിറം പടർന്നു കിടപ്പുണ്ട്. അല്ലിക്ക് എന്തോ ദക്ഷയുടെ മുഖവും ഡോക്ടർ പറഞ്ഞതൊക്കെ വെച്ച് എന്തൊക്കെയോ വൈരുദ്ധ്യം ഉള്ളതുപോലെ തോന്നി. കുറച്ചുനാളത്തെ പരിചയം ഉള്ളുവെങ്കിലും ദക്ഷയുടെ സ്വഭാവം വെച്ച് സൂയിസൈഡിന് ദക്ഷ ശ്രമിക്കില്ല എന്ന് തോന്നി അവൾക്ക്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ അവളുടെ ബോഡിയിൽ പോയിസന്റെ കണ്ടന്റ് വന്നു എന്നത് അവളിൽ ചോദ്യചിഹ്നമായി. പെട്ടെന്നാണ് ദക്ഷയുടെ ഫോൺ ബെല്ലടിച്ചത്. ചിന്തയിലായിരുന്ന അല്ലി ഞെട്ടിപ്പോയി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹിയുടെ മുഖം കാണാൻ അവൾക്ക് ചെറിയൊരു പരവേശം തോന്നി. എടുക്കണോ വേണ്ട എന്ന് ചിന്തിച്ച് കുറച്ചു നേരം നിന്നു. കോള് കട്ടാവാൻ തുടങ്ങിയതും അല്ലി പെട്ടെന്ന് തന്നെ അതെടുത്ത് ചെവിയോടടുപ്പിച്ചു. ദച്ചു. ദക്ഷയുടെ കവളിൽ തട്ടി ആദ്യോടെ വിളിക്കുന്ന മഹിയെ കുറച്ചുനേരം അല്ലി നോക്കി നിന്നു. അതെ, വിളിക്കണ്ട. ഡോക്ടർ റെസ്റ്റ് വേണമെന്നാ പറഞ്ഞത്. ദച്ചു കണ്ണു തുറക്കടാ. അല്ലി പറയുന്നതൊന്നും മൈൻഡാക്കാതെ വീണ്ടും വിളിക്കുന്നത് കണ്ട് അവൾക്ക് കലി വന്നു. അവനെ നോക്കി പല്ലുകടിച്ച് അവന്റെ നേരെ പാഞ്ഞെടുത്തു. ഡോ, താനും ഇങ്ങ് വന്നേ. അല്പം ദേഷ്യത്തോടെയും അമർഷത്തോടെയും അവൾ വിളിച്ചതും അത് കേൾക്കാതെ വീണ്ടും ദക്ഷയുടെ അടുത്ത് തന്നെ ഇരുന്ന് അല്ലിയെ നോക്കി അവൻ പുച്ഛിച്ചു. ഇവനെന്ന് ഞാൻ തന്നോടല്ല പറഞ്ഞത് ആ കുട്ടിക്ക് റെസ്റ്റ് വേണമെന്ന്. ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് മാറുവോ അവിടുന്ന്? അത് പറയാൻ നീ ആരാടി? തന്റെ അമ്മൂമ്മ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തനിക്ക് അവളോട് സ്നേഹം ഉണ്ടെങ്കിലേ അത് കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. അതൊന്ന് സ്വസ്ഥമായി ഉറങ്ങട്ടെ. അല്ലി ദേഷ്യം കൺട്രോൾ ചെയ്ത് പറഞ്ഞതും മഹി അവളെ തുറച്ചു നോക്കി. പിന്നെ താനിന്ന് ഇവിടെ കാണുമല്ലോ. അയാളെ നോക്കിക്കോണം. രാത്രി എന്തേലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പറഞ്ഞത് എങ്ങാനും വീണ്ടും ഇതുപോലത്തെ അബദ്ധം. പിന്നെ താനിന്നിവിടെ കാണുമല്ലോ. അയാളെ നോക്കിക്കോണം. രാത്രി എന്തേലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാ പറഞ്ഞത്. എങ്ങാനും വീണ്ടും ഇതുപോലത്തെ അബദ്ധം കാണിക്കാൻ തോന്നിയാലോ? അബദ്ധോ? മഹി സംശയത്താലെ ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് മുഴുവനായും അവനോട് പറഞ്ഞില്ല എന്നവർക്ക് ഓർമ്മ വന്നത്. ചെറുതായൊന്ന് മയങ്ങി വീണു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. വീണ്ടും മഹി ചോദിച്ചതും അല്ലി ഡോക്ടർ പറഞ്ഞതൊക്കെ അവനോട് പറഞ്ഞു. താനിത് എന്തൊക്കെയാ പറയണേ? ദച്ചു സൂയിസൈഡിന് ശ്രമിച്ചെന്നാണോ? അതും ആൽക്കഹോളിൽ? അവൾ ഈ ലോകത്ത് വെറുക്കുന്നതായിട്ടുള്ള 2 കാര്യങ്ങൾ ഇത് മാത്രമാ. അപ്പൊ പിന്നെ ഇതൊക്കെ എന്താ? മഹി തീർത്തും നിരസിക്കുന്ന തരത്തിൽ അത് പറഞ്ഞതും അല്ലി തിരിച്ചു ചോദിക്കുന്നു കേട്ട് മഹി അവളെ ഒന്ന് നോക്കി.
ഉറപ്പില്ലെങ്കിലും അവന്റെ മനസ്സിൽ ഇത് ചെയ്യാൻ സാധ്യതയുള്ളവളുടെ പേര് മിന്നിമാഞ്ഞു. ഇരുട്ട് നിറഞ്ഞ റൂമിലും അവന്റെ ക്രിസ്റ്റൽ കണ്ണുകൾ തിളങ്ങി. കണ്ണുനീർ കണ്ണിന്റെ ഇരുവശങ്ങളിലായി കവിളിലൂടെ തഴുകിയിറങ്ങി. കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ചുടികളിൽ കുസൃതിയും ചിരിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശിവയുടെ ഫോട്ടോയിൽ അവന്റെ കൈയും അതരവും ഒരുപോലെ പതിഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ചെയ്തത് അവൾക്കൊരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് അവന്റെ മനസ്സവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അച്ചു മാറിക്കൊടുത്തിട്ട് പോലും ശിവയുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് ബദ്രി വേദനയോടെ മനസ്സിലാക്കി. താനായി അവളുടെ ജീവിതത്തിൽ നിന്ന് പോകണമെന്നവൻ തീരുമാനിച്ചു. അറിയാം, ഒരുപാട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. നിന്റെ കൺമുന്നിൽ പോലും വരരുതെന്ന് ആഗ്രഹിച്ചിരുന്നതാ. പക്ഷെ കഴിയണ്ടേ? ശ്രമിക്കാം ആനി. നിന്നെ മറക്കാൻ, കൺമുന്നിൽ പോലും വരാതിരിക്കാൻ ഞാൻ കാരണം ഇനി നീ വേദനിക്കില്ല. അച്ചു തന്നെയാ നിനക്ക് ചേർന്നവൻ. ബദ്രി ഇടറിയ സ്വരത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ വാതിൽക്കൽ നിന്ന് ആൻറ്റി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. വിജയത്തിന്റെ ചിരി. അവിടെ നിന്നും അവളുടെ റൂമിലേക്ക് കയറിയ ചുമരിലെ കർട്ടൻ മറനീക്കി വൈറ്റ് ബോർഡിൽ പിൻ ചെയ്ത് വെച്ചിരുന്ന ശിവയുടെ ഫോട്ടോ ഒരു ചിരിയാൽ കയ്യിലെടുത്തു. അതിനെ നോക്കിയൊന്ന് കൊട്ടിച്ചിരിച്ചു. അത് പലതായി കയറി വേസ്റ്റ് ബക്കറ്റിലിട്ടു. അവളുടെ കണ്ണ് കാറിൽ നിന്നിറങ്ങി കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ നിന്നെടുക്കുന്ന ദക്ഷയുടെ ഫോട്ടോയിലേക്കായി. ബോൾഡ് ലേഡി ദക്ഷ ഇന്ദ്രജിത്ത്. അറിയില്ല നിനക്കെന്നെ. ആൻവിയോട് പൊരുതി നിൽക്കണമെന്ന് കരുതിയവരെ ആരും വെറുതെ വിട്ടിട്ടില്ല ഞാൻ. ആദ്യം ശിവ മാത്രമായിരുന്നു എന്റെ വഴി തടസ്സപ്പെടുത്തിയത്. ഇപ്പൊ നീയും. അതിനി വേണ്ട, അതിനുള്ള മരുന്നായി കൂട്ടിയാ മതി ഇന്നത്തെ ഡോസ്. ദക്ഷയുടെ ഫോട്ടോയിൽ തുടരെ പേന കൊണ്ട് കോരി പുച്ഛത്തോടെ പറഞ്ഞ് ആൻവി അവളുടെ വാർഡ്രോബർ തുറന്നു. അതിൽ നിന്നും കുഞ്ഞു ബോട്ടിൽ പുറത്തെടുത്തു. അതിനെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി. ഇതിൽ നിന്നും വരുന്ന മരുന്നിന്റെ അളവ് ഒരൽപ്പം കൂട്ടിയിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ പരലോകത്തേക്ക് എടുക്കാമായിരുന്നു. പക്ഷേ പാടില്ല. എന്റെ വഴി തടസ്സപ്പെടുത്തിയവരെ അത്ര പെട്ടെന്ന് പറഞ്ഞേക്കുന്നത് ശരിയല്ലല്ലോ. അതിനു വേണ്ടിയാ ഇപ്പൊ ഒരു വാണിംഗ് പോലെ നിനക്ക് ഇത് ഒരുക്കിയത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. നീ കാത്തിരുന്ന മോളെ. ഇനി മുതൽ തുടങ്ങുക നിന്റെ കഷ്ടകാലം. ആൻവി ആരാണെന്ന് നീ അറിയും. നീ മാത്രമല്ല, നിന്റെ പിറകെ വാലാട്ട് നടക്കുന്നുണ്ടല്ലോ ഒരു പട്ടി, അവനും. ആ സമയം ആൻവിയിൽ ഉണ്ടായിരുന്നത് ഒരുതരം പകയായിരുന്നു. ഭ്രാന്തിയെ പോലെ അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ദക്ഷയെ തകർക്കാനുള്ള വഴി അവൾ ആലോചിക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല, എല്ലാം കാണുന്നവൻ അവൾക്കായി മറ്റൊരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞെന്ന്. നീ ഇതെവിടായിരുന്നു? കുറച്ചു മുന്നേ നടന്നതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ആലോചിച്ച് റൂമിലേക്ക് കയറിയതും ബെഡിൽ കിടന്ന് ഫോൺ കുത്തിയിരുന്ന റന അവൾക്ക് മുന്നിലായി വന്നു നിന്നു. അവളുടെ ചോദ്യം കേട്ടാണ് അല്ലി ബോധത്തിലേക്ക് വന്നത്. എന്താ? ബോധമൊന്നുമില്ലേ? നീ എവിടെ പോയതാണെന്ന്? അതവിടെ ദക്ഷയുടെ റൂമിലായിരുന്നു. അവിടെ എന്താ? ശിവയാണ് അത് ചോദിച്ചത്. അല്ലി അപ്പൊ തന്നെ അവളെ നോക്കി. കണ്ണുകൾ കരയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ചുണ്ടിൽ എപ്പോഴും കാണുന്ന പോലുള്ള അവളുടെ ചിരിയുണ്ട്. വിഷമം കുന്നോളുണ്ടെങ്കിലും അത് മറ്റൊരാളെ അറിയിക്കാതെ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന അവളെ കാണി അല്ലിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ശിവ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ അവളെ നോക്കി ചിരിച്ചു നിൽക്കുന്ന അല്ലിയെ കണ്ട് റന അവളെയും ശിവയെയും മാറി മാറി നോക്കി. ദാ! റന അല്ലിയുടെ ചെവിയിൽ പോയി അലറി വിളിച്ചതും അവളൊന്ന് പിടഞ്ഞ് ചെവി പൊത്തി. എന്താടി പട്ടി കൂവണ്? ചെവിയിൽ കൈയിട്ട് കുടഞ്ഞ് റനയെ ഒന്ന് കലിപ്പിച്ചു നോക്കിയതും അവളോട് ശിവയുടെ അടുത്ത് പോയി. പിന്നെ എന്താടി വേണ്ടേ? നീ ഇത് ആരെ സ്വപ്നം കാണുക? ഇവള് ചോദിച്ചത് കേട്ടോ? നീ ആരെ കാണാനാ അങ്ങോട്ട് പോയതെന്ന്? അത് ദക്ഷക്ക് നല്ല സുഖമില്ല, ഒറ്റയ്ക്കല്ലേ, അപ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി പോയതാ. എന്ത് പറ്റിയതാ? അതൊന്നുമില്ല. ഇന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം. ഇപ്പൊ ഓക്കെ ആയി. അല്ലി പറഞ്ഞത് കള്ളമാണെന്ന് ശിവക്ക് മനസ്സിലായെങ്കിലും അവൾ ഒന്നും ചോദിച്ചില്ല. അല്ല, ദക്ഷക്ക് വയ്യെന്നല്ല പറഞ്ഞേ, അപ്പൊ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ? റനാദ് ചോദിച്ചതും അല്ലി ഒന്ന് ചിരിച്ചു. അത് വേണ്ട, അവളുടെ ഫ്രണ്ടുണ്ട്. എന്നാ ഓക്കെ. രാത്രിയേറെ താമസിച്ചത് കൊണ്ട് തന്നെ പിന്നെ ആരും സംസാരിക്കാനൊന്നും നിന്നില്ല. വേഗം കിടന്നു. കിടക്കുമ്പോ അല്ലിക്കും ശിവക്കും ഇനി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തരാതെ നീ ഇവിടുന്ന് പോവൂല അച്ചു. ഹാനി, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയൊരു മൂടല്ല. ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. അതിനെ പറ്റിയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നീ വലിയ ആളാണെന്നല്ലേ നിന്റെ വിചാരം? എടാ, സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുക്കുന്നതൊന്നും അല്ല ആണത്തം. ആര് വന്നാലും അവൾ എന്റെയാണെന്ന് പറയുന്നതാ. ഹാനി അച്ചുവിനെ പുച്ഛിച്ചു. അത് പറഞ്ഞതും അച്ചു ഒന്നും മിണ്ടാതെ മാറിൽ കൈ പിണച്ചു വെച്ചു. കഴിഞ്ഞോ? ഇല്ലടാ, ഇനിയുണ്ട്. എന്തേ, വേണോ? ഹാനി പല്ല് കടിച്ചു. അതും പറഞ്ഞു അവന്റെ കൈ തട്ടിമാറ്റി മാറി നിന്നു. ഹാനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ശിവയെ കണ്ടതു മുതൽ അച്ചുവിലുണ്ടാവുന്ന മാറ്റം ശരിക്കും അവനെ സന്തോഷിപ്പിച്ചിരുന്നു. ഇവന്റെ ഇഷ്ട സാധനങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാത്ത അച്ചുവിനെ മാത്രമേ ഹാനിക്ക് അറിയാമായിരുന്നുള്ളൂ. ഐശുവിനെ പറ്റി ചോദിക്കുന്നവരോട് അവൾ എന്റെ പെണ്ണാണെന്ന് വീറോടെ പറഞ്ഞിരുന്ന അച്ചുവിൽ നിന്ന് ശിവയെ വിട്ടുകൊടുക്കാൻ തയ്യാറായ അച്ചു ഒരുപാട് ദൂരെയാണെന്ന് അവന് തോന്നി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിനക്ക് ശരിക്കും ശിവയെ ഇഷ്ടം തന്നെയാണോ? അതോ? ബാക്കി പറയുന്നതിന് മുന്നേ അച്ചുവിന്റെ തുറിച്ചുനോട്ടം കാരണം പറയാൻ വന്നത് ഹാനി വിഴുങ്ങി. നീ ഇപ്പൊ ചോദിച്ചത് ഒരുപാട് തവണ മുന്നേ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും പറഞ്ഞിട്ടില്ലാത്തത് ഇന്ന് പറയാ. എനിക്കിഷ്ടമാവളെ ഒരുപാട്. ഈ ആകാശിന് ഒരു പെണ്ണുണ്ടിൽ അത് അവളാ, ശിവാനി ആനന്ദ് എന്ന എന്റെ ജിത്തു.
അവൾക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ. ഇന്ന് ചെയ്തതും അവൾക്ക് വേണ്ടിയാ. നീ പറഞ്ഞില്ലേ സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുക്കുന്നത് ആണത്തമല്ലെന്ന്. ആയിരിക്കാം, പക്ഷെ അതിനേക്കാൾ ആണത്തം എന്താണെന്ന് അറിയോ? സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കുന്നതാ, അവളുടെ ആഗ്രഹം മനസ്സിലാക്കുന്നതാ, അവളെ മനസ്സിലാക്കുന്നതാ. ഈ കുറഞ്ഞ നാൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി അവൾ എന്താണെന്ന്, അവളുടെ ഇഷ്ടം എന്താണെന്ന്. അവൾക്ക് എന്നെയല്ല, അവനെയാ ഇഷ്ടം, ബദ്രിയെ. അതുകൊണ്ടാ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. അച്ചൊരു വിഷമത്തോടെ പറഞ്ഞതും ഹാനി കേൾവിക്കാരനായി അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോ നീ ഇനി അവളെ അവന് വിട്ടുകൊടുക്കുവാണോ? അവളുടെ തീരുമാനം അതാ നോക്കണ്ടേ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അവൾ എന്റെ അടുത്ത് വരുവാണെങ്കിൽ പിന്നെ ആർക്കും എന്നിൽ നിന്ന് അവളെ അകറ്റാൻ പറ്റില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല അവളെ. പിന്നെ ഈ ലോകം അവളെ അറിയുന്നത് ആകാശിന്റെ പെണ്ണായിട്ടാവും. ഒരു ചിരിയാൽ അത് പറയുമ്പോൾ ഹാനിയുടെ അതരവും വിടർന്നിരുന്നു. അച്ചുവിന്റെ കണ്ണിൽ ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. ഒട്ടും താല്പര്യമില്ലെങ്കിലും മനസ്സ് അസ്വസ്ഥമായിരുന്നിട്ടും തന്റെ ടേബിളിൽ നിരന്നിരിക്കുന്ന ഫയലിൽ ഒന്നെടുത്ത് അച്ചു അതിലായി മുഖം പൂഴ്ത്തി. ക്യാബിൻ ഡോർ അനുവാദം കൂടാതെ തുറക്കുന്ന സൗണ്ട് കേട്ട് അതാരാണെന്നറിയാൻ തല ഉയർത്തി നോക്കവേ അവന്റെ കണ്ണുകൾ വിടർന്നു. തന്നെ നോക്കി പുച്ഛിച്ച് ഉള്ളിലേക്ക് കയറുന്നവളെ നോക്കി അവന്റെ കയ്യിലുള്ള ഫയൽ തനിയെ ടേബിളിൽ വീണു. അവനെ നോക്കി ചുണ്ടുകൊട്ടി കയ്യിലിരിക്കുന്ന ലെറ്റർ അവന് നേരെ നീട്ടി ശിവ മുഖം വെട്ടിച്ചു. അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ലെറ്റർ കയ്യിൽ വാങ്ങി അതിലുള്ളത് വായിക്കവേ അവന് ഞെട്ടലും കൂടെ തന്നെ ചുണ്ടിൽ ചിരിയും വിടർന്നു. അവളെ ഒന്ന് ഇടംകണ്ണിട്ട് നോക്കി അവൻ ഒന്നുകൂടി ആ പേപ്പർ ആകമാനം വായിച്ചു. അടുത്തവൻ നോക്കിയത് ഇന്നലെ താൻ റിങ് അണിയിച്ച അവളുടെ മോതിരവിരലിലാണ്. അവിടെ റിങ് കിടക്കുന്നത് കണ്ടതും അവന്റെ ചുണ്ടിലെ ചിരിയുടെ ഭംഗി കൂടിയതൊപ്പം അവനിൽ കുസൃതിയും നിറഞ്ഞു. CR ബിൽഡിങ്ങിന്റെ വർക്കുമായി ബന്ധപ്പെട്ട ഫയൽ അവിടെ ഉണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്ത് ഹാനിയുടെ കയ്യിൽ കൊടുത്തേക്ക്. പുറത്തേക്ക് വന്ന ചിരി കടിച്ചു പിടിച്ച് ശിവയോടായി. അത് പറഞ്ഞവൾ കൊടുത്ത പേപ്പർ അവൻ ടേബിളിൽ വെച്ചു. അച്ചു പറയുന്നത് കേട്ട് ശിവ അന്താളിച്ചു നിന്നു. ശേഷം അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പേപ്പർ വീണ്ടും അവന്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. അതെ, ഇവിടത്തെ ജോലി ചെയ്യാൻ അല്ല ഞാൻ വന്നത്, ഇത് തരാനാ. ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തെന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കാമെന്നാ ആദ്യം കരുതിയേ. പിന്നെ വിചാരിച്ചു വേണ്ട, നേരിട്ട് വന്ന് ഇതങ്ങ് ഏൽപ്പിക്കാമെന്ന്. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. അവൾ അതും പറഞ്ഞ് അവനെ നോക്കിയെങ്കിലും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവളെ നോക്കിയിരിക്കുന്ന അച്ചുവിനെയാണ് കണ്ടത്. അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ശിവ തിരിഞ്ഞു. മിസ് ശിവാനിയാണ്, ഒന്നവിടെ നിൽക്കണം. പുറകിൽ നിന്നും അച്ചുവിന്റെ വിളികൾക്ക് ശിവ അവിടെ നിന്നു. എങ്കിലും അവനെ തിരിഞ്ഞു നോക്കിയില്ല. തന്റെ മുന്നിൽ വന്ന് കയ്യും കെട്ടി നിൽക്കുന്നവനെ ഒന്ന് നോക്കി. അവന്റെ മുഖത്ത് ചെറു ചിരിയും എന്തോ മനസ്സിലുള്ളത് പോലുള്ള ചിരിയും അവൾക്ക് അപായ സൂചന നൽകി. എന്തു വേണം? കുറച്ചു നേരമായിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനോട് അല്പം ഗൗരവത്തിൽ തന്നെ അവൾ ചോദിച്ചു. ഈ ഫയലിലെ ഫിനാൻസ് ടാലി ചെയ്തിട്ടില്ല, അതൊന്ന് ചെയ്യ്. പിന്നെ റനയോട് ഇതുവരെയുള്ള എല്ലാ അക്കൗണ്ടന്റ് ഡീറ്റെയിൽസും കൊണ്ടുതരാൻ പറഞ്ഞേക്ക്. ഷെൽഫിൽ നിന്ന് ഒരു ഫയൽ എടുത്തു കൊടുത്ത് അവളോട് പറഞ്ഞവൻ അവൾക്ക് മുന്നിലായുള്ള ചെയറിലിരുന്നു. ഞാനിപ്പോ ഇവനോട് പറഞ്ഞത് എന്താ? അവൻ തിരിച്ചു പറയുന്നത് എന്താണെന്ന് ചിന്തിച്ച് ശിവ മീഴ്ച്ചു നിന്നു. തന്നെ മനഃപൂർവ്വം വട്ടുപിടിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അവൾക്ക് നന്ന ദേഷ്യം വന്നു. തന്നോടല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മനസ്സിലായില്ല എന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ ജോലി വിട്ടു. ഗോട്ട് ഇറ്റ്. അച്ചുവിന്റെ നേരെ വിരൽ ചൂണ്ടി ശിവ അത് ചോദിച്ചതും അവന്റെ മുഖത്ത് ചിരിമാഞ്ഞു. ഞൊടിയിടയിൽ അവളുടെ വിരലിൽ പിടിച്ചു വലിച്ച് തന്റെ നേർക്കടുപ്പിച്ച് അരയിലൂടെ കൈയിട്ട് ചേർത്തു. ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചത് മനസ്സിലാകാതെ ഞെട്ടി നിൽക്കുന്ന ശിവയുടെ അരയിലുള്ള കൈ ഒന്നുകൂടി മുറുക്കി അവളെ തന്റെ ഇടനെഞ്ചിൽ ചേർത്തു. ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി രണ്ടുപേർക്കും.